ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഭയങ്കര വൈറലായിട്ട് ഓടിയൊരു വീഡിയോ ആയിരുന്നു ചേട്ടൻ ക്യാപ്ചർ ചെയ്ത രാജാവും രാജാവിന്റെ മകനും. അതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയാമോ? മൊറോക്കോയിലാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ അപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് ലാൽ സാറും ഞാനും ഉണ്ടായിരുന്നു കൂടെ. മൊറോക്കോയിലെ റാമിൻ്റെ ഷൂട്ട് നടക്കുക. അങ്ങനെ പ്രണവ് അവിടെ വന്നു, മൊറോക്കോയിൽ വന്നു. 2 ദിവസം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം അന്ന് പ്രണവ് ഞമ്മളില്ലേ, അപ്പോൾ ലാൽ സാറ് പ്രണവ് വന്ന കോലം കണ്ടു കഴിഞ്ഞപ്പം എന്താ അപ്പോൾ ഇത്, അപ്പം പറഞ്ഞാൽ ഇല്ല ഞാൻ കുറേ ട്രാവൽ ചെയ്ത് വന്നതാണ്. അപ്പം ഞങ്ങൾ വൈകുന്നേരം വെളിയിലോട്ട് പോകുന്നൊരു കാര്യം, ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും നടക്കാൻ പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം ലാൽ സാർ എന്നോട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കുറച്ച് പോയി അപ്പിന് കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി കുറേ ഡ്രസ്സെല്ലാം കണ്ടു. പുള്ളി ട്രൈ എല്ലാം ചെയ്തു. അതെല്ലാം ഫോട്ടോസ് എൻ്റെ ഇരിപ്പുണ്ട്. എല്ലാം കുറേ ടീഷർട്ട്സും ബ്ലേസേഴ്സും ഒക്കെ ട്രൈ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ബില്ലടിക്കുന്നിടത്ത് ഇങ്ങനെ ബില്ല് എമൗണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആളെയില്ല, പ്രണവിനെ കാണാനില്ല. അപ്പോഴത്തേനും ലാലേട്ടൻ പറഞ്ഞു എനിക്ക് ആളെവിടെ പോയി, അവനോട് ചോദിക്കല്ലോ ഓക്കെ അല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ആൾ പോയി, കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പറയാണ്ട് പോയി. കാരണം അപ്പം ഞങ്ങൾ അപ്പം ലാൽ സാർ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും എന്നും പറഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേനും പ്രണവ് പറഞ്ഞ് ഞാൻ ഇത്രയും വിലയുടെ ഡ്രസ്സൊന്നും എൻ്റെ ഈ ട്രാവലൊന്നും ഇടാൻ പറ്റില്ല, ഞാൻ എവിടെയെങ്കിലും എനിക്ക് അസൈൻമെൻറ്റ് ഞാൻ മേടിച്ചങ്ങ് പോവുള്ളൂ, അല്ലാതെ എനിക്ക് ഇത്രയും വിലയുള്ള ഡ്രസ്സുമില്ല, ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതങ്ങനെ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ആ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെ നടന്നു വന്നപ്പോൾ എനിക്ക് ആ നടപ്പ് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം ഞാൻ കുറച്ച് മുന്നിലോട്ട് ഓടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് 19 മില്യൺ 18.5 മില്യൺ അങ്ങനെ ഭയങ്കര വൈറൽ. അല്ല അപ്പൊ ഇതിൽ പിന്നെ പോകാൻ പറ്റില്ല, അപ്പൂ ഫ്രണ്ട് വിട്ടു. അപ്പൊ ഇനിയിപ്പോ ചേട്ടന്റെ വരാനിരിക്കുന്ന പ്രോജക്ട്സ് കോട്ടയം ബെൽറ്റ്. ഇനിയിപ്പം അല്ല, ഞാനിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ബെൽറ്റ്. ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന പടം. ആസിഫ് അലി മെയിൻ ലീഡ് ചെയ്യുന്നു. ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമ. ഒരു ഓഡിയൻസിനെ ത്രില്ലടിപ്പിക്കുന്ന ഒരു മൂവി ആയിരിക്കും എനിക്ക് ഉറപ്പാകും. കാരണം ജിസ് ജോയ് അതുമാതിരി മേക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ സ്റ്റോറി ലൈനും അങ്ങനെയാണ്. ഞങ്ങൾ 4 ബ്രദേഴ്സിന്റെ കഥയാണ്. മൂത്തയാള് ഞാൻ, ഷൈൻ ടോം ജോക്കോ രണ്ടാമൻ, മൂന്നാമത്തെ ആളാണ് ആസിഫ് അലി. ആസിഫ് അലി ലീഡ് ചെയ്യുന്നത്. പിന്നെ 4മതൊരു ഒരു ക്യാരക്ടർ കൂടെ ഉണ്ട്. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി. അദ്ദേഹം ഒരു ഇച്ചിരി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഞങ്ങൾ 4 ചേട്ടാനിമാരുടെ കഥയാണ് കോട്ടയം ബെൽറ്റ്. എൻ്റെ ഇനി അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന പടം ലോ ആൻഡ് ഓർഡർ, രഞ്ജിത്ത് സാറിൻ്റെ, സെപ്റ്റംബർ 4-ാം തീയതി. ഇപ്പോൾ കോട്ടയം ബെല്ലിൽ ഷൂട്ട് നടക്കുന്നു. അത് കഴിഞ്ഞൊരു പ്രൊജക്റ്റ് കൂടെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ഡബിൾ കൺഫേം ആക്കിയിട്ട് കൺഫേം ചെയ്യാം, പുറത്ത് പറയാറായിട്ടില്ല. അപ്പം നല്ല നല്ല പരിപാടികളൊക്കെ വരട്ടെ. താങ്ക് യു. എന്തായാലും പണിയിൽ ഇങ്ങനെ മരിച്ചു പോയത് കൊണ്ട് പരിപാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നൊരു വിഷമം. പരിപാടി ഞാൻ കേട്ട് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ ആ സിനിമയിലില്ല, പക്ഷെ ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ്. പക്ഷേ അത് ഉറപ്പായിട്ടും പണിയെ പോലൊരു അല്ലെ പണിക്ക് മുകളിൽ നിൽക്കുന്നൊരു പടമായിരിക്കും എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ ചെറിയ ത്രെഡും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബിഗിനിങ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നമ്മുടെ കുറേ ഫ്രണ്ട്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ജോലിയൊക്കെ ഭയങ്കര തിരക്കല്ലേ. ഇത് ഇപ്പം ബോബ് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഞാൻ കാത്തിരുന്ന് നിന്നാണ് എനിക്കൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ഇതൊരു ഓണം ഇന്റർവ്യൂ ആണെന്നുള്ള കാര്യം എല്ലാം മറന്നുപോയി. നമ്മൾ എന്തൊക്കെയോ മാറ്റർ പറഞ്ഞങ്ങ് പോയി.